ഒത്തിരി സമയമായിട്ട് ഞാൻ ഒരു കാർ മൗണ്ട് സെർച്ച് ചെയ്യുമായിരുന്നു എൻ്റെ ഫോണിന് വേണ്ടി. അത് മാക്സേഫ് കമ്പാറ്റബിൾ ആവണം ആൻഡ് അത് എയർ വെൻറ്റ് പ്ലസ് ഡാഷ്ബോർഡിൽ ഇടാനായിട്ട് കമ്പാറ്റബിലിറ്റി ഉണ്ടാവണം. സോ ഫൈനലി എനിക്ക് ഒരെണ്ണം കിട്ടി. ഇതാണ് സ്പൈജൻ്റെ മാഗ്നറ്റിക് കാർ മൗണ്ട്. ഇത് നമ്മളുടെ എയർ വെൻറ്റിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു കണക്ടറുണ്ട് അതിൽ, പിന്നെ ഡാഷ്ബോർഡിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു കണക്ടറുണ്ട്. സോ ഇതിനെ നമ്മളിപ്പം അൺബോക്സ് ചെയ്യും. ഇതിനെ നമ്മൾ പിന്നെ നമ്മളുടെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും. പിന്നെ നമ്മൾക്ക് സംസാരിക്കാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് റിവ്യൂ ചെയ്യാം. എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് ബോക്സിനകത്ത് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് 2 മൗണ്ട് കിട്ടും. ഒരു ഡാഷ്ബോർഡ് മൗണ്ട്, പിന്നെ ഒരു വെൻറ്റിൻ്റെ മൗണ്ട്. സോ ഡാഷ്ബോർഡ് മൗണ്ടിൽ ഓൾറെഡി 3mm ടേപ്പ് ഉണ്ട്. ഈ പീൽ ചെയ്തിട്ട് നമ്മൾക്ക് സ്റ്റിക്ക് ചെയ്യാം. പിന്നെ ഈ എയർ വെൻറ്റ് മൗണ്ട് ഇങ്ങനെയാണ്. ഇത് റൊട്ടേറ്റബിൾ ആണ്. ഇതിങ്ങനെ തുറക്കാം, പിന്നെ എയർ വെൻറ്റിൽ ഇട്ടിട്ട് പിന്നെ ഇതിനെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾക്ക് റൊട്ടേറ്റും ചെയ്യാം. സോ ഇതിപ്പം നമ്മൾ വണ്ടിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളുടെ മാക്സേഫ് മൗണ്ട്. സോ ഇത് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ആണ് ഇവിടെ, പിന്നെ ഇങ്ങനത്തെ മെറ്റൽ റിങ്. സോ ഇതിൻ്റെ കാണാൻ ഒത്തിരി നല്ലതാണ്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇത് കിട്ടും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. സോ ഓറഞ്ച്, റെഡ്, ബ്ലൂ, സിൽവർ. എൻ്റെ കാറിൻ്റെ കളർ സിൽവറാണ്, അത് കാരണം ഞാൻ ഒരു സിൽവർ കളർഡ് ഇതെടുത്തു. ഇതാണ് നമ്മളുടെ മൗണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ എക്സ്ട്രാ ഫിറ്റിങ്സ് കിട്ടും. ഇതാണ് ബേസിക്കലി മാക്സേഫ് റിങ്. നമ്മളുടെ അടുത്ത് ഇങ്ങനത്തെ കേസ് ഉണ്ടെങ്കിൽ, ഇവിടെ മാക്സേഫ് ഓൾറെഡി ഉണ്ട്, എന്നാൽ നമ്മൾക്ക് ഇത് ചുമ്മാ ഇവിടെ ഇടാം. പിന്നെ ഫോൺ മാക്സേഫ് റെഡിയാണ്, നമ്മൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ കവറിൽ മാക്സേഫ് ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ആ പ്രോബ്ലമിന് വേണ്ടിയിട്ട് ഇവർ ഈ മാക്സേഫ് റിങ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ നോൺ മാക്സേഫ് കമ്പാറ്റബിൾ കേസിൻ്റെ മേലിൽ ഇത് നമ്മൾക്ക് സ്റ്റിക്ക് ചെയ്യാം. സോ ഇത് ഒത്തിരി ഈസിയാണ് സ്റ്റിക്ക് ചെയ്യാവുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾക്ക് ഓർമ്മ വയ്ക്കണം, നമ്മളുടെ കേസ് സ്മൂത്ത് അല്ലെങ്കിൽ, ഇപ്പം ഇതൊരു നല്ല സ്മൂത്ത് കേസാണ്, ഇതിൻ്റെ മേത്ത് എനിക്ക് ചുമ്മാ ഇത് ഇടാം. പക്ഷേ സ്മൂത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് ആ സ്മൂത്ത്നെസ് വേണം. അല്ലെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഫോൺ മൂവ് ചെയ്യുമ്പം പതുക്കെ ഇത് വെളിയിൽ വരും, പിന്നെ നമ്മളുടെ ഫോൺ വീഴും. സോ ആ സമയം നമ്മൾക്ക് ഇങ്ങനത്തെ ഈ ടേപ്പ് ഇടാം. സോ ഇവർ ഈ ടേപ്പും കൊടുത്തിട്ടുണ്ട്. സ്മൂത്ത് സർഫേസ് അല്ലെങ്കിൽ ഈ ടേപ്പ് ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ മേലിൽ ഇതിനെ ഇടണം. സോ ഇപ്പം ഇടാൻ ഒത്തിരി ഈസിയാണ്, പക്ഷേ അലൈൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? സോ അതിന് വേണ്ടിയിട്ട് അവർ അലൈൻമെൻറ്റ് ടൂൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മളിങ്ങനെ വെക്കാം, പിന്നെ എക്സാക്ട്ലി ഇവിടുന്നും സെയിം ഡിസ്റ്റൻസ് നോക്കിയിട്ട് പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ഫോൺ മാക്സേഫ് അല്ലെങ്കിൽ വയർലെസ് കമ്പാറ്റബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വയർലെസ് ഇല്ലെങ്കിൽ ഇത് വയർലെസ്സിൻ്റെ മേളിൽ ഇടേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്ക് മേളിലും താഴെയും ഇത് മൂവ് ചെയ്യാം. പക്ഷേ വയർലെസ് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് വയർലെസ് ചാർജർ ഇട്ട് അതും ചെയ്യണമെങ്കിൽ ആദ്യം വയർലെസ് ചാർജറിൻ്റെ മേത്ത് വെക്കണം. എക്സാക്റ്റ് അലൈൻമെൻറ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യണം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, എൻ്റെ കമൻസിലൊക്കെ ചോദിക്കാം, ഞാൻ ഇതിനെ പറ്റി സംസാരിക്കാം. എന്നാൽ അത്രേ ഉള്ളൂ അൺബോക്സിങ്. ഇപ്പം നമ്മൾക്ക് പോയിട്ട് ഇത് നമ്മളുടെ കാറിൽ ഫിറ്റ് ചെയ്യാം, പിന്നെ നോക്കാം എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഇതിനെ നമ്മൾ എയർ വെൻറ്റിൽ ഇട്ട് നോക്കാം. സോ ബേസിക്കലി ഇത് എല്ലാ എയർ വെൻറ്റിൻ്റെ കൂടെ കമ്പാറ്റബിൾ ആണ്, ബട്ട് റൗണ്ട് എയർ വെൻറ്റിൻ്റെ കൂടെ കമ്പാറ്റബിൾ അല്ല. കാരണം ഇതിന് ഒരു സ്ട്രേറ്റ് സർഫേസ് വേണം, ഒരു സ്ട്രേറ്റ് വെൻറ്റ് വേണം പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കാനായിട്ട്. സോ ഇത് ഇങ്ങനെയാണെങ്കിലും സാരമില്ല, ഇങ്ങനെയാണെങ്കിലും സാരമില്ല, 2 സൈഡിലും ഇത് പിടിച്ച് വലിക്കും. പക്ഷേ റൗണ്ടിൽ ഇതിന് വലിക്കാനായിട്ട് സ്ഥലം കിട്ടില്ല, പിന്നെ അത് കുറച്ച് പ്രോബ്ലമാണ്. സോ ഇവിടെ ഇതിനെ ആദ്യം നിങ്ങൾക്ക് ഇതിങ്ങനെ വെളിയിലെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ചുമ്മാ ഇങ്ങനെ അകത്തിടാം. സോ ഇത് ഈ വെൻറ്റ് മേളിൽ താഴെ പോകുന്നുണ്ട്, ഞാൻ കാണിക്കാം. ഇത് മേളിൽ താഴോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഞാൻ ഇവിടെ ഈ സ്റ്റിക്ക് ഇടില്ല, ഞാൻ ഈ സ്റ്റിക്ക് ഏറ്റവും സൈഡിൽ ഇവിടെ ഇടും. പിന്നെ ഞാനിതിനെ ടൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ ടൈറ്റായി. ഇപ്പോൾ ഇത് ഫിറ്റായി. എൻ്റെ എയർ വെൻസും വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഇതും ഫിറ്റായി. ഇപ്പം ഇതിനെ നല്ല ടൈറ്റ് ചെയ്ത് വെക്കാം. ആൻഡ് നമ്മളുടെ ഫോൺ ഇവിടെ
കണക്റ്റായി, എല്ലാം നോട്ടിഫിക്കേഷൻ കളയട്ടെ. ഓക്കെ, ഇപ്പം ഇത് ഫിറ്റായി. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് എനിക്ക് എയർ വെൻറ്റിന് വേണ്ടിയിട്ടും ഒരു ഒബ്സ്ട്രക്ഷൻ ഇല്ല, എൻ്റെ സ്ക്രീനിനും ഒരു ഒബ്സ്ട്രക്ഷൻ ഇല്ല. പിന്നെ ഫോൺ സൈഡിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് ഫോണിൻ്റെ എന്തെങ്കിലും പ്ലേസ്മെൻറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പോയിട്ട് ഇത് ചേഞ്ച് ചെയ്യാം. എവിടെ വേണമെങ്കിലും ഏത് ആംഗിളിൽ വേണമെങ്കിലും എനിക്കിത് ഇടാം. സോ ഇത് ഒത്തിരി വെർസറ്റൈലാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ഇടാം. എൻ്റെ മറ്റേ എയർ വെൻറ്റ് ഉള്ള ഹോൾഡറിലൊരു പ്രോബ്ലം ഉണ്ട്. ഇതിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ചാർജിങ് കേബിൾ ഇടുമ്പം എൻ്റെ ഇത്ര സ്ഥലം ബ്ലോക്ക് ആവും, എനിക്ക് കാണാൻ പറ്റില്ല. സോ ഇവിടെ ആ പ്രോബ്ലം ഇല്ല, കാരണം ഞാൻ ഇത് സൈഡിലോട്ട് കൊണ്ടുപോകും, പിന്നെ ഇവിടെ ഫോണിനെ വെക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ഈ പ്രോബ്ലം വരാൻ പോകുന്നില്ല. സോ എനിക്ക് ആ കാര്യം ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്ലസ് ഇപ്പം ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഇത് കിട്ടുന്നുണ്ട്. സോ എൻ്റെ വണ്ടിയിൽ എല്ലാം കേർവ്ഡ് ആണ്, ഒരു ഫ്ലാറ്റ് സർഫേസിന് പോലെ സാധനമില്ല. കുറച്ച് ഫ്ലാറ്റ് ഇങ്ങോട്ടുണ്ട്, പക്ഷേ എല്ലാം കേർവ്ഡ് ആണ്. ഫ്ലാറ്റ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഫ്ലാറ്റ് ഉണ്ട്, ബാക്കി എല്ലാം കേർവ്ഡ് ആണ്. സോ ഇവിടെ ഇത് ബെൻഡിങ് മെക്കാനിസമാണ്. സോ ഇത് കേർവ് സർഫേസിനെ ഇങ്ങനെ കേർവ് ആയിട്ട് പിടിക്കും. സോ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഈ സ്ഥലത്ത് ഇങ്ങനെ ഇടാം, പിന്നെ കേർവ്ഡ് ആയിട്ട് ഇത് അവിടെ പിടിച്ചിട്ടിരിക്കും. എനിക്ക് അവിടെ ഇടാം, എനിക്ക് ഏത് കേർവ് സർഫേസിൽ വേണമെങ്കിൽ ഇത് സ്റ്റിക്ക് ചെയ്യാം. സോ അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ ഇതും ഒരു യൂസ്ഫുൾ അറ്റാച്ച്മെൻ്റ് ആണ്. സോ എനിക്ക് വേണമെങ്കിൽ ചുമ്മാ ഇവിടെയൊക്കെ വേറെ ഒരു ഹോൾഡർ നമ്മൾക്ക് ഇടാൻ പറ്റില്ല. ഇതിനെ വേണമെങ്കിൽ ഇവിടെ തന്നെ പോയി സ്റ്റിക്ക് ചെയ്യാം. പിന്നെ ഫോണിനെ ഇവിടെ താഴെയും വെക്കാൻ ഓപ്ഷൻ ഉണ്ട്. സോ ഒത്തിരി ഈസിയാണ്. ഇപ്പം ഞാൻ ഇത് ഇവിടുന്ന് ഊരാം. ഇത് വെളിയിലെടുക്കാനും ഒത്തിരി ഈസിയാണ്, ചുമ്മാ ഇങ്ങനെ വെളിയിൽ വന്നു. ഇപ്പം ഞാനിത് ഈ സൈഡിലിടാം. സോ ഈ എയർ വെൻറ്റ് ഇങ്ങനെ സ്ട്രേറ്റ് ആണ്. സോ ഇവിടെ ഇടാനായിട്ടും ഒത്തിരി ഈസിയാണ്. ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ട് അകത്തോട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾക്ക് ക്ലോസ് ചെയ്യാം. വേണമെങ്കിൽ നമ്മൾക്ക് ഇവിടെയും ഇടേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് ഈ മറ്റേ വെൻറ്റിലും ഇടാം. പക്ഷേ ഏറ്റവും സേഫാണ്, ഏറ്റവും സ്റ്റേബിൾ ആണ് ഇവിടെ ഇട്ടു. ഇപ്പം എനിക്ക് ചുമ്മാ ഫോൺ ഇവിടെയും ഇങ്ങനെ ഇടാം. സോ നല്ലപോലെ ഇത് ഇവിടെയും ഫിറ്റാവും. നമ്മൾക്ക് എയർ വെൻറ്റ് ബ്ലോക്കേജിൻ്റെ പ്രോബ്ലം ഇല്ല. ഇവിടെയും ഞാൻ എയർ വെൻറ്റിൻ്റെ സൈഡിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ എയർ വെൻറ്റും ബ്ലോക്ക് ആവുന്നില്ല, നമ്മളുടെ ഫോൺ എയർ വെൻറ്റിൽ കണക്റ്റഡുമാണ്. എൻ്റെ ബാക്കി ഇങ്ങനത്തെ ഇതൊക്കെ എയർ വെൻറ്റിനെ ബ്ലോക്ക് ചെയ്യും, എൻ്റെ AC-യുടെ കാറ്റ് നല്ലപോലെ വരില്ല. സോ അതാണ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. സോ ഇപ്പം ഞാൻ ഇതിനെ കുറച്ച് യൂസ് ചെയ്ത് നോക്കും, അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫൈനൽ റിവ്യൂ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ടെസ്റ്റ് വീഡിയോ കണ്ടു. ഞാനിത് ഒത്തിരി സ്പീഡ് ബ്രേക്കേഴ്സ്, ഒത്തിരി പോട്ട് ഹോൾസ്, എല്ലാ ബാഡ് റോഡ്സിലൊക്കെ കൊണ്ടുപോയി. എന്നാലും ഇതിൽ ഒരു പ്രോബ്ലം വന്നില്ല. ഇത് അങ്ങനെ തന്നെ സ്റ്റഡി ആയിട്ടിരുന്നു, ഇത് അവിടെ നിന്ന് മൂവ് ആയിട്ടില്ല. സോ ഹോൾഡറുടെ പെർഫോമൻസ് ഒത്തിരി നല്ലതാണ്. സ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് ആക്ച്വലി ഇതിൻ്റെ ആ നീളമുള്ള ആ സ്റ്റിക്ക്, ഇപ്പം ഞാൻ ഇങ്ങനെയല്ല അത് വെച്ച്, ഞാനത് സൈഡ് വേസ് ആണ് വെച്ചത്. അത് കാരണം ഇത് റൊട്ടേറ്റിംഗ് മെക്കാനിസമിൽ മാക്സിമം ഇപ്പം വെയിറ്റ് വന്നിട്ടുണ്ട്. ആ വെയിറ്റിൻ്റെ കൂടെയും ഇത് നല്ലപോലെ അവിടെ ഇരിക്കുവാണ്. ഇത് ഒട്ടും മൂവ് ആയില്ല, ഒരു പ്രോബ്ലം വന്നില്ല. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ ഇതിൻ്റെ റൊട്ടേറ്റിംഗ് മെക്കാനിസമിൻ്റെയും ക്വാളിറ്റി ഒത്തിരി നല്ലതാണ്. സോ ഇതും നല്ലതാണ്. പ്ലസ് ഞാൻ ഈ ഡാഷ്ബോർഡിൽ ഇത് കണക്ട് ചെയ്ത് നോക്കി, ആ ഡാഷ്ബോർഡിൻ്റെ പെർഫോമൻസ്, ഡാഷ്ബോർഡ് ഹോൾഡറുടെയും പെർഫോമൻസ് ഒത്തിരി നല്ലതാണ്. സോ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇത് നമ്മൾക്ക് ഇങ്ങനെ റൊട്ടേറ്റും ചെയ്യാം. സോ ഇത് എവിടെ വേണമെങ്കിലും ഏത് കുറച്ച് സ്ഥലം ഉള്ള പ്ലേസിലും നിങ്ങൾക്ക് ഇത് പേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ ഹോൾഡർ ഇട്ടിട്ട് നിങ്ങൾക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും എടുക്കാം. സോ ഒത്തിരി വേഴ്സ്റ്റൈലാണ്. 1000 rupees വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 ഹോൾഡർ കിട്ടുന്നു, നല്ല സ്ട്രോങ് മാഗ്നറ്റ് കിട്ടുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കേസിൽ മാക്സേഫ് ഇല്ലെങ്കിൽ മാക്സേഫിൻ്റെ റിങ്ങും കിട്ടുന്നു. സോ എല്ലാ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സോ ഓൾ ഇൻ ഓൾ 1000 rupees വേണ്ടിയിട്ട് ഒത്തിരി നല്ല ഹോൾഡറാണ്. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.